ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ നമ്മളിന്ന് 6ാം ക്ലാസ് മാത്തമാറ്റിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സോ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ കൂടുതൽ സാധ്യത, കേട്ടല്ലോ. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. സോ കൂടുതൽ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇവിടെ അതാ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ സീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ സീന എന്ന് പറയുന്ന കുട്ടിയുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് വീട് പണി വേണം. അപ്പോൾ ആ വീട് പണിക്ക് വേണ്ടി ആ UP സ്കൂളിലെ കുറച്ച് ക്ലാസ്സുകൾ കൊടുത്ത അമൗണ്ടാണ് ഈ ഒരു ബാർ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ബാർ ഡയഗ്രം കൃത്യമായിട്ട് മക്കൾ അനലൈസ് ചെയ്യുക. ശേഷം ഓരോ ക്വസ്റ്റ്യനും നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ ലീസ്റ്റ് എമൗണ്ട്? ഏത് ക്ലാസ്സാണ് ഏറ്റവും കുറവ് പൈസ കൊടുത്തത്? ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ 5A ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ 5A ക്ലാസ്സിൻ്റെ ബാർ അല്ലെങ്കിൽ ഈ കട്ട എന്ന് പറയുന്നത് വളരെ ഉയരം കുറവാണ്. അപ്പോൾ ഉയരം കുറവുള്ള ബാറായിരിക്കും ഏറ്റവും പൈസ കുറവ് കൊടുത്തിട്ടുണ്ടാവുക. സോ ഇവിടെ ഏറ്റവും ഉയരം കുറവുള്ള കട്ട എന്ന് പറഞ്ഞാൽ 5A ആണ്. സോ A ക്വസ്റ്റ്യൻ്റെ ആൻസർ 5A ആയിരിക്കും. ഓക്കെ, A ക്വസ്റ്റ്യൻ്റെ ആൻസർ 5A ആയിരിക്കും. സോ ബി നോക്കുക മക്കളെ. വിച്ച് ആർ ദ ക്ലാസ്സസ് ദാറ്റ് റൈസ്ഡ് ഈക്വൽ എമൗണ്ട്? ഒരേ എമൗണ്ട് കൊടുത്ത ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ഒരേ എമൗണ്ട് കൊടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 6Aയും അതുപോലെ തന്നെ 7Bയും 7Bയും ഒരേ ഈക്വൽ എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കട്ട നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ രണ്ട് കട്ടകളും ഒരേ ലെവലിലാണ്, അതായത് ഈക്വൽ ലെവലിലാണ് ആ രണ്ട് കട്ടകളും നിൽക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും 6A ക്ലാസ്സും അതുപോലെ തന്നെ 7Bയുമാണ് ഒരേ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ആൻസർ എഴുതുന്നു 6A ആൻഡ് 7B. ഓക്കെ, നമ്മളത് എഴുതി. സോ ഇനി C ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഒബ്റ്റൈൻഡ് ഫ്രം 5th A ആൻഡ് 5th B? 5A ക്ലാസ്സിൽ നിന്നും 5B ക്ലാസ്സിൽ നിന്നും കിട്ടിയ ആകെ തുക എത്ര? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. മക്കളെ നിങ്ങൾ ആദ്യം 5A ക്ലാസ്സിൽ നിന്ന് എത്ര രൂപ കിട്ടിയത്? 4500. സോ അവർ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ ആ രണ്ട് ക്ലാസ്സിൻ്റെയും എമൗണ്ട് ആഡ് ചെയ്യുക. സോ 5A ക്ലാസ് 4500 പ്ലസ് നമ്മളുടെ 5B ക്ലാസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 5B ക്ലാസ് 5000 ആണ്. സോ 5000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? സോ 9500 റുപ്പീസ് എന്ന് കിട്ടും. സോ 9500 റുപ്പീസ് ആയിരിക്കും ആ രണ്ട് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ 5Aയും 5Bയും നിന്ന് കിട്ടുക, 9500. സോ ഇനി D ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. D ക്വസ്റ്റ്യൻ. സോ D കൃത്യമായിട്ട് മക്കൾ നോക്കുക. ഹൗ മച്ച് മോർ എമൗണ്ട് ഈസ് റിസീവ്ഡ് ഫ്രം 7th B ദാൻ 6th B? 7Bയേക്കാളും എത്ര കുറവാണ് 6B കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ 7B ക്ലാസ് നമുക്ക് ഓരോ നോക്കാം. 7B ക്ലാസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 7B ക്ലാസ് 7000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 7B ക്ലാസ് 7000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. സോ എത്ര കൂടുതലാണ് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 7000, ആ 7000ത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ട നമ്പർ ഞാൻ ഒന്ന് ചെറുതാക്കി എഴുതുന്നുണ്ടേ. സോ 7000 മൈനസ്. സോ പിന്നെ 6B ക്ലാസ് കൊടുത്തത് എത്രയാണ്? 6500 ആണ്. സോ ആ 7000ത്തിൽ നിന്ന് ആ 6500 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ എത്രയാണ് കൂടുതൽ എമൗണ്ട് കൊടുത്തതെന്ന് അറിയാൻ പറ്റും. സോ കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. 7000ത്തിൽ നിന്ന് 6500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 500 എന്ന് കിട്ടും. എത്രയായിരിക്കും? 500 ആയിരിക്കും. സോ 500 റുപ്പീസ് എന്ന് കിട്ടും. ശരി. സോ അടുത്തത് ഈ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം. ഈ ഡയഗ്രവുമായി ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെന്ത് പറയാം? വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ ഹയസ്റ്റ് എമൗണ്ട് പറയാം. ഏത് ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 7ാം ക്ലാസ്സുകൾ കൊടുത്ത ടോട്ടൽ എമൗണ്ട് എത്രയാണ് അത് ചോദിക്കാം. പിന്നെ നമുക്ക് 6A എത്ര രൂപയാണ് കൊടുത്തത്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഈ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരു 3 എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ABCD പറയുന്ന പോലെ ഉണ്ടാക്കാം, കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ സൈനിങ് ഔട്ട് ഫ്രം നോളജ് ഹണ്ടർ.